സാർ ബില്യണിയർ മൈൻഡ് സെറ്റിന്റെ ഈ പ്രോഗ്രാമിൽ സാറിന്റെ പഴയ സ്റ്റുഡൻസിനെ പരിചയപ്പെടാൻ പറ്റിയതും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് അതിൽ നിന്ന് കിട്ടി. അപ്പോൾ സാറിന്റെ പല ബാച്ചുകളായി ഇതേപോലെ ബില്യണിയർ മൈൻഡ് സെറ്റ് പ്രോഗ്രാം കഴിഞ്ഞ നിരവധി ആളുകളുണ്ട്. അപ്പോൾ അവരെ ഞങ്ങൾക്ക് ബന്ധപ്പെടുന്നതിനോ അല്ലെങ്കിൽ അവരെ ഒന്ന് പരിചയപ്പെടാനോ ഏതെങ്കിലും അവസരങ്ങൾ വരുന്നുണ്ടോ സാർ? ഇപ്പം എന്നെ വേണ്ട, പഴയ ആൾക്കാരെ മതി. അല്ല, അതായത് സാർ സാറിനെ ഒപ്പം തന്നെ ഈ വളർന്നു വന്നവർ അവർ നമ്മളെ ഒരുപാട് പ്രചോദിപ്പിക്കുന്നുണ്ട് സാർ. ഓക്കെ, അപ്പം ഞാനൊരു ഇത് പറയുന്നത്, ഞാൻ കാത്തിരുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ നേരത്തെയൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ റിസ്ക് ബില്യണിയർ മൈൻഡ് സെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് റിസ്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ റിസ്ക് കുറച്ച് കുറവായിരുന്നു. ഇപ്പോൾ റിസ്ക് കുറച്ചുകൂടെ കോംപ്ലക്സ്ഡാണ്. തന്നെയല്ല, വർഷങ്ങളോളം നമ്മൾ റിസർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു 10-100ഓളം റിസ്ക് ഒഴിവാക്കാൻ പറ്റുന്ന മെത്തേഡുണ്ട്. അപ്പോൾ അത് പല കമ്പനികൾ കേസ് സ്റ്റഡി ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു 10-100 റിസ്ക് വരാവുന്ന പല വിധത്തിലുണ്ട്. ജിയോ പൊളിറ്റിക്കൽ ആകാം, ടെററിസം ആകാം, പല വിധത്തിലുള്ളതാകാം, കറൻസി റിസ്ക് ആകാം, സോഷ്യൽ റിസ്ക് ആകാം. അപ്പോൾ ബിസിനസ്സിന് വരാവുന്ന അപകടങ്ങൾ, അപ്പോൾ അതിനെക്കുറിച്ചൊരു 10-100 പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് പറയാനും സ്ട്രാറ്റജീസ് ചെയ്യാനും ഉണ്ട്. അത് നേരത്തെ പഠിപ്പിച്ചിട്ടില്ല, അതിപ്പം നിങ്ങൾക്ക് പഠിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഈ പഴയ ആൾക്കാരെ എല്ലാം ഓൺലൈനിൽ ഇരുത്തി ഒന്ന് പഠിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കാര്യം, നിങ്ങൾ അവരെയും കൂടെ വെച്ചോണ്ടൊരു ക്ലാസ് എടുക്കാം. ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്നുണ്ടോ സാർ? ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അടുത്ത ദിവസം തന്നെ നമ്മൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പലപ്പോഴും നമ്മൾ ക്ലാസ് വെക്കുമ്പോഴത്തേക്ക് കുറേ പേര് പറയും, ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾക്ക് വരാൻ പറ്റാത്ത സമയം എന്താണെന്ന് വെച്ചാൽ എന്നൊക്കെ പരാതി പറയും. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്ത് ഇതിപ്പോൾ ഇട്ടിട്ട് ആൾക്കാരോട് രജിസ്റ്റർ ചെയ്യാൻ പറയാം. അതൊന്നും പൈസ ഒന്നും തരണ്ട, നേരത്തെ തന്നെ ബോണസായിട്ട് തന്നെ കൊടുക്കാം. ഒരു പ്രശ്നം, അവർ രക്ഷപ്പെടട്ടെ. അതായത് ഏതാണ്ട് ഏറെക്കുറെ 100ഓളം സ്ട്രാറ്റജീസ് നമുക്ക് റിസ്ക്, നമ്മൾ കാശ് മുടക്കിയിട്ടുണ്ട്, ആ കാശിൽ നമുക്ക് റിസ്ക് വരാതിരിക്കാൻ പറ്റുന്ന, നഷ്ടം വരാതിരിക്കാൻ പറ്റുന്ന ഒരു ഏറെക്കുറെ 100ഓളം സ്ട്രാറ്റജീസ് ഉണ്ട്. സ്ട്രാറ്റജീസും മെത്തേഡ്സും ഉണ്ട്. അപ്പോൾ അത് ഞാൻ പഠിപ്പിക്കും. എനിക്ക് തോന്നുന്നൊരു 3-4 മണിക്കൂർ വേണ്ടി വരും. ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷമോ എല്ലാം തുടങ്ങിയിട്ട് അത് കംപ്ലീറ്റ് തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് നേരത്തെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക്, പ്രധാനമായിട്ടും നമുക്ക് പണ്ടൊക്കെ വന്നിട്ടുള്ള ആൾക്കാരെ അവരുടെ ഫോൺ നമ്പരെല്ലാം മാറി. 15 വർഷം മുമ്പൊക്കെ വന്നിട്ടുള്ളവർ ജിയോ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്പരെല്ലാം മാറിപ്പോയി. അപ്പോൾ ഇമെയിലും ഒത്തിരി പേര്, ഇവരിലെ ഒരുപാട് പേർക്ക് വെബ്സൈറ്റൊക്കെ വന്നു. അപ്പം പിന്നെ എന്താണ്, ഗൂഗിൾ മാറ്റിയിട്ട് അല്ലാത്ത ഇമെയിൽ വന്നു. അപ്പോൾ അതൊന്നും നമ്മുടെ കാണില്ല. അപ്പോൾ ഒറ്റ ഇതേ ഉള്ള കണ്ടീഷൻ, ഒരു പിന്നെ ഇതിലോട്ട് വരാനായിട്ട് നേരത്തെ BMS ചെയ്തിട്ടുള്ളവർക്ക് മാത്രം നമ്മൾ അതിനകത്ത് ചെക്ക് ചെയ്യാം. BMS ചെയ്തിട്ടുള്ളവർക്ക് മാത്രമായിട്ട്. അപ്പോൾ അവരുടെ പിന്നെ നമുക്കൊരു ബയോഡേറ്റ ഫോം ഉണ്ട്. അപ്പോൾ തന്നെയല്ല, അത് വെച്ചിട്ടാണ് നമുക്ക് പല ആൾക്കാരെയും നമ്മൾ പിന്നെയും ചേരുന്ന ആൾക്കാരെ ഒന്നിച്ച് ചേർത്തൊക്കെ വിടുന്നത്. ഒരേ ബിസിനസ് ഒരേ ഫീൽഡിൽ സംഘടിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒന്നിച്ച് ചേർന്ന് ചെയ്യാവുന്ന, എബ്രോഡ് ഇവിടെയും ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരുടെ ഡേറ്റ ഫുള്ള് കിട്ടിയിട്ടുണ്ട്. ചില ആൾക്കാർ പേരും അഡ്രസ്സും എഴുതി ഫോൺ നമ്പറും എഴുതിയിട്ട് ക്ലാസ്സിൽ കയറിയിട്ടുണ്ടാവും. ഞാനതൊന്നും നോക്കിയിട്ടുണ്ടാവില്ല. പിന്നെ ഇപ്പോൾ എടുത്ത് നോക്കുമ്പോഴാണ് അവരെക്കുറിച്ച് ഒന്നുമില്ല. അങ്ങനെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് കൊടുത്തിട്ടൊരു കാര്യം ചെയ്യാം. ഞാൻ ഏതായാലും ഒരു കാര്യം, 100 ചില്ലാനം ഏറെക്കുറെ സ്ട്രാറ്റജീസ് ഈ ബിസിനസ്സിനകത്ത് ലോസ് വരാതിരിക്കാനുള്ളത്. രണ്ടാമത്തെ ഒരു സബ്ജക്റ്റോടെ എടുക്കാം, ഈ ഇൻക്രിമെൻ്റൽ ഗ്രോത്ത്. ഇപ്പോൾ നമുക്ക് 1 കോടി, 1.5, 1.10 ഇങ്ങനെ പോകുന്നതിന് പകരം എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത്, 1 കോടിയിൽ നിന്നും എങ്ങനെയാണോ പിന്നെ 10 കോടിയിലേക്ക്, 100 കോടിയിലേക്ക് എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള അത് ഒരു 70-80 സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ എനിക്ക് തോന്നുന്ന ഒരു 4 മണിക്കൂർ കൊണ്ട്, 2 മോഡ്യൂളാണ്. BMS ഒക്കെ ആണെങ്കിൽ 10-20 സബ്ജക്റ്റ് അവിടെ പഠിക്കുമ്പോൾ ഇത് 2 മോഡ്യൂളാണ്. അപ്പോൾ ഇത് ഞാൻ എടുക്കാം. ഒന്നേന്ന് ചെയ്യണ്ട ഇനി വീണ്ടും. അപ്പോൾ ഇത് 2 മോഡ്യൂളായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാനൊരു 4 മണിക്കൂറിൻ്റെ ക്ലാസ് ആയിരിക്കും, ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കണ്ടീഷൻ. നമുക്ക് അതിനകത്ത് BMSൻ്റെ ഏത് ബാച്ച് ആൾക്കാർക്ക് എടുക്കാം. അപ്പോൾ സാർ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മതിയോ? അല്ല, ഇതിനകത്ത് കാണുന്ന നമ്പറിൽ, ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് കാണുന്ന നമ്പറിൽ വാട്സപ്പ് അയച്ച്, അപ്പോൾ ഫോൺ നമ്പരും പിന്നെ എന്താണ് ഇമെയിലും ഒന്ന് വാട്സപ്പ് അയക്കണം. വാട്സപ്പ് അയച്ച് പേരും അയച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മളിവിടുന്ന് ഒരു ഫോം കൊടുക്കും. ഒരു 1 പേജിൻ്റെ ഫോം കൊടുക്കും. അതെല്ലാം ഒന്ന് ഫില്ലപ്പ് ചെയ്ത് ഫോട്ടോ നമ്മുടെ മുഖം ഉണ്ടല്ലോ, മൊബൈൽ വെച്ചൊക്കെ എടുത്താൽ പോരെ. ആ ഫോട്ടോയും ചേർത്തിങ് വിട്ട് കഴിഞ്ഞാൽ നമ്മളവിടെ ഫയൽ ക്രിയേറ്റ് ചെയ്ത ആൾക്കാർക്ക്, അവർക്ക് മാത്രമായിട്ടല്ല. അപ്പോൾ നമ്മളൊരു QR കോഡ് ഇഷ്യൂ ചെയ്യും. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ കയറാം. പുറത്തേക്കായിട്ട് കയറാണ്, വേറെ പൈസ ഒന്നും സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഒരു കാര്യം കൂടെ, ഇപ്പോഴത്തെ ബിസിനസ്സിന് ഭയങ്കരമായിട്ട് സഹായിക്കുന്ന AI കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട്. AI ചില സേവനങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് ബിസിനസ് കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാം.
അതൊന്നും പണ്ടത്തെ ആൾക്കാർ 15 വർഷം മുമ്പുള്ളൊരു അന്ന് ഈ സാധനം പോലും കേട്ടിട്ടില്ല. അപ്പോൾ നിങ്ങളെയൊക്കെ പഠിപ്പിച്ചല്ലോ. ശരി സാർ. AI വെച്ചിട്ട് നമ്മൾ ബിസിനസ് പ്രോജക്റ്റ് ഉണ്ടാക്കാനും കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ടും നഷ്ടം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കാനൊക്കെ പഠിച്ചില്ല. അപ്പോൾ അതുകൂടെ പഠിപ്പിക്കുക. അപ്പോൾ 3 വിഷയങ്ങൾ. അപ്പോൾ AI ഉണ്ടാവും, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെ നമ്മൾ സാധാരണക്കാർക്ക് ബിസിനസ്സിൽ ഉപയോഗിക്കാൻ പറ്റും, മൊബൈലിനകത്തോടെ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം അതിനകത്ത് വരും. 2 എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത്. അപ്പം എങ്ങനെയാണ് 1 കോടിയിൽ നിന്നും 10 കോടിയിലേക്കും 100 കോടിയിലേക്കും പോകുന്നതിനുള്ള അതൊരു 10-100 മെത്തേഡും സ്ട്രാറ്റജീസും ഉണ്ടാകും. പിന്നെ നമുക്ക് റിസ്ക് ഇല്ലാതാക്കാൻ പറ്റുന്നത് ഭയങ്കര കോർ സബ്ജക്ട്സ് ആണ്. അപ്പോൾ ഇനി വരുന്നവർക്കെല്ലാം മേജർ സബ്ജക്റ്റ് ആയിട്ട് അതുണ്ട്. പഴയ ആൾക്കാർക്ക് അതില്ലാത്തതുകൊണ്ട് അവരെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പം അതിനകത്ത് കയറി പിന്നെ ജസ്റ്റ് ഈ ബയോഡാറ്റ ഫോം വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർക്ക് നമ്മൾ അയച്ചു കൊടുക്കും. അപ്പോൾ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ മേ ബി ഒരു 3 ദിവസം ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അന്ന് തന്നെ അങ്ങ് ചെയ്യാം. അപ്പോൾ ഇതിൽ വാട്സപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ വാട്സപ്പ് ചെയ്താൽ മതി ഈ നമ്പറിലേക്ക്. അപ്പം യു വിൽ ഗെറ്റ് ദ റിപ്ലൈ ഈ ഫോം ആയിരിക്കും. അത് ഫില്ല് ചെയ്ത് ഫോട്ടോ അയച്ചാൽ മാത്രം മതി. അപ്പോൾ വീണ്ടും അതിൽ കൂടെ സംഭവം വരും. ഓക്കെ സാർ, താങ്ക് യു. അത്രയും ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് അവരുമായിട്ടൊക്കെ കാണാം, സംസാരിക്കാം. പഴയ ആൾക്കാരും പുതിയ ആൾക്കാരുമായിട്ട് ഒന്നിച്ച്. പല ആൾക്കാരും വിളിച്ചാൽ കിട്ടില്ല, ഫോൺ നമ്പറും എല്ലാം മാറിപ്പോയി. എന്ത് ചെയ്യാനാ? ഫോൺ നമ്പറും ഇമെയിലും പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ലേറ്റസ്റ്റ് സബ്ജക്ട്സ്, വേറെ സബ്ജക്റ്റ് ഉണ്ട്, എനിക്കൊന്നൊരു 6-7 സബ്ജക്ട്സ് കഴിഞ്ഞൊരു 2-3 വർഷം കൊണ്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, പുതിയ സബ്ജക്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ചിലപ്പോൾ അവർക്ക് അസൗകര്യം കാണും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇന്ന് തന്നെ അപ്ലൈ ചെയ്യട്ടെ. അപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് ഒന്നാക്കിയിട്ട് ഉടനെ തന്നെ നമുക്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഉടനെ തന്നെ നമുക്ക് കൊടുക്കുമ്പോഴത്തേക്ക് എന്താ ഗുണം? അല്ല, എല്ലാവരും കൂടെ കിട്ടിക്കഴിയുമ്പോൾ അവരെല്ലാം അറിയിച്ചിട്ട് അവർക്ക് സൗകര്യമൊന്നും തോന്നുന്നു. ഇപ്പോൾ പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ വേണമെങ്കിലും നടത്തിയേക്കാം. ഉച്ചയ്ക്ക് ശേഷം ഒരു ദിവസം ബിസിനസ്സുകാരല്ലേ, ഓഫീസിൽ പോകേണ്ട കാര്യമില്ലല്ലോ, ഉച്ചയ്ക്ക് ശേഷമൊക്കെ നടത്തിയേക്കാം. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഈ 3 സബ്ജക്റ്റ് ഹൈലി എസെൻഷ്യൽ ആയതുകൊണ്ട് ഇതെന്തായാലും പഠിപ്പിക്കാം. ഓക്കെ സാർ, താങ്ക് യു.